പറഞ്ഞു വന്നത് വഖ്സിദ് ഫി മഷീക വഗ്ളുൽ മിൻ സൗതിക. നടത്തം സാമാന്യ മര്യാദ രൂപത്തിലായിരിക്കണം, സംസാരം വളരെ താഴ്ത്തിക്കൊണ്ടായിരിക്കണം. അപ്പൊ ഈ രണ്ട് പ്രയോഗവും എന്തുകൊണ്ടാണ് ഒന്നിന് പിറകെ മറ്റൊന്നായി അള്ളാഹു ഉപയോഗിച്ചത്? മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവൻ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് ചലിക്കുന്നു. ചില സമയങ്ങളിൽ ആ കാര്യം തന്നെ അവൻ ശബ്ദം ഉപയോഗിച്ച് നേടിയെടുക്കുന്നു, അല്ലെങ്കിൽ അവൻ സംസാരിച്ചുകൊണ്ട് നേടിയെടുക്കുന്നു. അപ്പൊ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഉപയോഗിക്കുന്ന ഈ രണ്ട് മാർഗവും ഏറ്റവും മാന്യമായിരിക്കണം എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അത് അവന് വേണ്ടിയുള്ളതാവട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാവട്ടെ, ഇത് രണ്ടിലും മാന്യമായ സംസാരം, മാന്യമായ നടത്തം പുലർത്തണം എന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ ചെറുപ്രായത്തിലെ ഒരു കുഞ്ഞിനോട് പ്രപഞ്ച സ്രഷ്ടാവ് ലുഖ്മാനെ ഉദ്ധരിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആന് നമ്മൾ പറഞ്ഞതുപോലെ നടത്തത്തിലെ മാന്യതയെ, അതിൽ പുലർത്തേണ്ട മര്യാദയെ പല ഇടങ്ങളിലായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെക്കുറിച്ച് ചെറിയ രൂപത്തിൽ വിശദീകരിക്കുകയും ചെയ്തു. വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ അഹങ്കരിച്ച് തുള്ളിച്ചാടി പുളച്ചു നടക്കരുത്. ഇന്നല്ലാഹ ലാ ഇന്നക ലൻ തഖ്രിഖൽ അർള ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. അത് പർവ്വതത്തോളം ഉയരുവാനോ ഭൂമിയെ പിളർത്തുവാനോ നിനക്ക് കഴിയില്ല. അതുപോലെ തന്നെ ഇനി സംസാരത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ വളരെ മാന്യമായ ശൈലി സ്വീകരിക്കുവാന് അള്ളാഹു പലയിടങ്ങളിലായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ വിഷയത്തിൽ അത് ഗൗരവപൂർവം കൈകാര്യം ചെയ്യണമെന്ന് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഇസ്രായേലില് വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, ഏറ്റവും മാന്യമായി സംസാരിക്കണം. അപ്പൊ ഏറ്റവും മാന്യമായി മാതാപിതാക്കളോട് സംസാരിക്കണമെന്ന് അള്ളാഹു മനുഷ്യനെ ഉപദേശിക്കുകയാണ്. ഒരു ഉമ്മയുടെ മുമ്പിൽ ഒരു മനുഷ്യൻ എന്നും കുഞ്ഞായിരിക്കും. അതുകൊണ്ട് തന്നെ തന്റെ മാതാവിന്റെ മുമ്പിൽ ഏത് വിധേനയായിരിക്കണം, ഏത് രൂപത്തിലായിരിക്കണം സംസാരിക്കേണ്ടത് എന്ന് പോലും പ്രപഞ്ച സൃഷ്ടാവ് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ അള്ളാഹു ഉപദേശിക്കുകയാണ്. ആ സൃഷ്ടാവിനെ നിഷേധിക്കുന്നിടത്ത് ഈ ശൈലിയിലെല്ലാം തന്നെ മാറ്റം വരും. അപ്പൊ മരിച്ചു കിടക്കുന്ന മാതാവിനെയും ഏറ്റവും ക്രൂരമായി നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യും മനുഷ്യൻ. നമുക്ക് ചുറ്റും ഇന്ന് അത് എഴുത്തിലൂടെ പ്രകടിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സംസാരത്തിലൂടെ പ്രകടിപ്പിക്കും മനുഷ്യനെ. നമുക്ക് ചുറ്റും എത്രയോ ആളുകള് പ്രപഞ്ച സൃഷ്ടാവിനെ നിഷേധിക്കുന്നതിലൂടെ, ആ മഹാസത്യത്തെ നിരാകരിക്കുന്നതിലൂടെ സ്വന്തം മാതാവിനെ, നൊന്തുപെറ്റ അമ്മയെ, ഉമ്മയെ ഏറ്റവും ക്രൂരമായി മറ്റുള്ളവർക്ക് മുമ്പിൽ അവഹേളിക്കുകയും നിന്ദിക്കുകയും നിരാകരിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ നാം കാണുന്നുണ്ട്. പടച്ചോന്റെ കൽപ്പനയാണിത്, സൃഷ്ടാവിന്റെ കൽപ്പനയാണ്. മനുഷ്യൻ ഒരു നിയമത്തിന് വിധേയമാകാതെ പോകുമ്പോൾ, ഒരു കൽപ്പനയെ അനുസരിക്കാതെ പോകുമ്പോൾ അവൻ ഏറ്റവും വലിയ അഹങ്കാരിയായിരിക്കും. ആ അഹങ്കാരം നടത്തത്തിൽ പ്രകടിപ്പിക്കും, അവന്റെ സംസാരത്തിൽ പ്രകടിപ്പിക്കും. സംസാരം നേരിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ ആ സംസാരങ്ങളെ അവന്റെ പേനത്തുമ്പിലൂടെ അവൻ വാക്കുകളാക്കി മറ്റുള്ളവർക്ക് മുമ്പിൽ എത്തിക്കും.
പ്രപഞ്ചനാഥനെ ഉൾക്കൊള്ളുക, നന്നായി മനസ്സിലാക്കുക. ഞാനിങ്ങനെ സ്വയംഭുവായി വാനലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് വീണതല്ല എന്നും, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും ഈ രൂപത്തിൽ സ്വയംഭുവായി ഉയർന്നു വന്നതല്ല എന്നും, ഞാൻ ഇതിന് മുമ്പ് ഒരു രേതസ്കണമായിരുന്നു എന്നും, ആ മൈന്യൂട്ടായ ബിന്ദുവിന്റെ ഉള്ളിൽ എന്റെ കണ്ണും കാതും കേൾവിയും ഹൃദയവും നാഡീവ്യൂഹങ്ങളും നിറച്ചു വെച്ച് ഒരമ്മയുടെ ഗർഭാശയത്തിൽ അതിനെ നിക്ഷേപിച്ച് പടിപടിയായി അതിനെ വളർത്തി, ആ വളർച്ചയിൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി സഹിച്ച, എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും വ്യഥകളും നൊമ്പരങ്ങളും എല്ലാം തന്നെ നന്നായി മനസ്സിലാക്കി മനുഷ്യൻ ഒരേ സമയം അവനെ ഈ രൂപത്തിലേക്ക് പരിവർത്തിപ്പിച്ച സ്രഷ്ടാവിനോടും തൻ്റെ പിറവിക്ക് കാരണമായ മാതാപിതാക്കളോടും ഏറ്റവും ദയാപൂർവം വർത്തിക്കുവാൻ, അവരോടുള്ള സംസാരത്തിൽ ഏറ്റവും മാന്യമായ ശൈലിയും രീതിയും സ്വീകരിക്കാൻ മനുഷ്യൻ പഠിക്കണം. ആ പാഠം പഠിപ്പിക്കുന്നത് പ്രപഞ്ചനാഥനാണ്, സൃഷ്ടാവായ ജഗന്യന്താവായ സർവേശ്വരനാണ്. ആ സൃഷ്ടാവിനെ തിരിച്ചറിയാൻ പറ്റണം. അതുകൊണ്ടാണ് എപ്പോഴും പിന്നിട്ട കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകാന് പ്രപഞ്ചനാഥൻ നിരന്തരം ഉണർത്തുന്നത്. വിശുദ്ധ ഖുർആന്റെ അവസാന ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാല് പിന്നിട്ട വഴിയിലേക്ക് നിരന്തരം തിരിച്ചു പോകാൻ ആവശ്യപ്പെടുന്നുണ്ട് മനുഷ്യനോട്. ഫല്യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്. മനുഷ്യൻ നോക്കുന്നില്ലേ അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. മനുഷ്യൻ വളർന്ന് ബുദ്ധി പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരു ചാൺ വയറിന് വേണ്ടി, അവന്റെ സുഖങ്ങൾക്ക് വേണ്ടി, അവന്റെ ഭൗതിക സുഖാഡംബരങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എല്ലാം തന്നെ മനുഷ്യൻ അവന്റെ ചിന്തയും അവന്റെ സമയവും അവൻ ഉപയോഗിക്കുമ്പോൾ അവൻ പലപ്പോഴും അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മറക്കുന്നതിലൂടെ സാമാന്യം പുലർത്തേണ്ട മര്യാദകളെയും അവൻ നിരന്തരം വിസ്മരിക്കുകയും നിരാകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നിട്ട വഴിയിലേക്ക് തിരിച്ചുപോയി നിരന്തരം തൻ്റെ ഈ രൂപത്തിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് അള്ളാഹു മനുഷ്യനെ ഉണർത്തുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഫല്യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്. മനുഷ്യൻ നോക്കുന്നില്ലേ അവൻ എന്തിൽ നിന്നാണ് ഈ രൂപത്തിലേക്ക് മാറ്റപ്പെട്ടത് എന്ന്. ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്. തെറിച്ചു വീഴുന്ന രേതസ്കണത്തിൽ നിന്നും അവനെ സൃഷ്ടിച്ചു. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. അല്ലയോ മനുഷ്യ, നിനക്കൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ, എന്താണെന്ന് പോലും പറയാൻ പറ്റാത്തൊരു കാലം. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. കണ്ടാൽ അറുപ്പുളവാകുന്ന ഒന്നിൽ നിന്നും നിനക്ക് രൂപം നൽകി, ആ ഒരു ബിന്ദുവിന്റെ ഉള്ളിൽ എല്ലാം ചേർത്ത് വെച്ച് ഈ രൂപത്തിലേക്ക് നിന്നെ പരിവർത്തിപ്പിച്ചു. നിന്നിൽ കണ്ണും കാതും കേൾവിയും അള്ളാഹു നിറച്ചു വെച്ചു. ഹുവല്ലദീ അൻശഅക്കും. അവൻ എത്രയോ നിന്നെ സൃഷ്ടിച്ചവൻ. വജഅലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. നിന്നിൽ കണ്ണും കാതും കേൾവിയും നിറച്ചു വെച്ചവനാണ്. ഖലീലൻ മാ തശ്കുറൂൻ. എന്നാൽ നന്ദി കാണിക്കുന്നവർ വളരെ വിരളമാണ്. കൈഫ തക്ഫുറൂന ബില്ലാഹ്. മനുഷ്യ, നിനക്കെങ്ങനെയാണ് നിന്റെ സ്രഷ്ടാവിനെ നിഷേധിക്കുവാൻ കഴിയുക? വകുൻതും അംവാതൻ. നീ ഭൂമിയിൽ ഇല്ലാത്തവനായിരുന്നു. ഫഅഹിയാക്കും. ഇപ്പോഴിതാ നീ പുതിയ സൃഷ്ടിയായി നിൽക്കുന്നു. ഇനി സുമ്മ യുമീതുക്കും. നിന്നെ മരിപ്പിക്കും. മരണം എന്ന് പറയുന്ന ഒന്നിനെ മുന്നോട്ട് വെക്കുന്നതിലൂടെ തന്നെ നിന്റെ മുമ്പിൽ അതീശത്വം വാഴുന്ന ഒരു മഹാശക്തിയുണ്ട് എന്ന് ആ വാക്ക് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമുക്ക് മുകളിൽ നമ്മുടെ ഓരോ നിമിഷങ്ങളെയും സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്ന ഒരു ശക്തിയില്ല എന്നുണ്ടെങ്കിൽ, നാം ഉദ്ദേശിക്കുന്നത് പോലെ, നാം ഇച്ഛിക്കുന്നത് പോലെ, നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അത് മനുഷ്യന് സാധ്യമാകുന്നില്ല. അവൻ നിറമുള്ള കുറെ സ്വപ്നങ്ങളെ കണ്ടുകൊണ്ടിരിക്കെ ഒരു പളുങ്കുപാത്രം വീണ് ഉടയുന്നത് പോലെ പെടുന്നനെ അവൻ നിശ്ചലമായി പോകുകയും അതോടുകൂടി 2-3 ദിവസം കൊണ്ട് ശരീരം അഴുകി ദുർഗന്ധം വമിച്ച് ആരും തന്നെ അടുക്കാത്ത രൂപത്തിലേക്ക്
അവൻ മാറുകയും ചെയ്യുന്നു. ആരോ ഒരു ശക്തി, ഏതോ ഒരു ശക്തി അവൻ നിഷേധിക്കുന്നുവെങ്കിൽ നമ്മൾ അങ്ങനെ പറയാണ്. നിഷേധിക്കുന്ന മനുഷ്യനോടുള്ള ഒരു സംസാര ശൈലിയാണ് ഏതോ ഒരു ശക്തി എന്ന്. ഒരു മഹാ സ്രഷ്ടാവിനെ നിഷേധിക്കുന്നതിലൂടെ മനുഷ്യൻ അവനെ തന്നെ വിസ്മരിക്കുന്നു. അവനെ വിസ്മരിക്കുമ്പോൾ, അവന്റെ നാഥനെ വിസ്മരിക്കുമ്പോൾ, ആ നാഥനിൽ നിന്നുള്ള നിയമ സംവിധാനങ്ങളെ, ചിട്ടകളെ മനുഷ്യൻ നിരാകരിക്കുന്നു. അത് അവനിൽ അഹങ്കാരവും അഹന്തയും സൃഷ്ടിക്കുന്നു. അത് പാടില്ല എന്ന് ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങളെ ഉണർത്തേണ്ടതിന്റെ ആവശ്യകതയെ, അവരിൽ ഏറ്റവും ഉന്നതമായ സ്വഭാവ മൂല്യങ്ങളെ സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകതയെല്ലാം തന്നെ അള്ളാഹു ഈ രണ്ട് വാക്കിൽ അള്ളാഹു ചേർത്ത് വെക്കുന്നുണ്ട്. വഖ്സിദ് ഫീ മഷീക. അള്ളാഹു ഒരു ദേഹത്തിന് ഓരോ ദേഹത്തിനും നൽകുന്ന നടത്തത്തിലെ മാന്യമായ രീതിയും സ്വഭാവമുണ്ട്. അത് എല്ലാ സമയത്തും ആ രൂപത്തിൽ തന്നെ അതിനെ ഉപയോഗിക്കണം. വഖ്സിദ് ഫീ മഷീക വഗ്ളുദ് മിൻ സൗതിക. ശബ്ദം താഴ്ത്തി സംസാരിക്കുകയും വേണം. ഇപ്പൊ കുടുംബത്തില് മാതാപിതാക്കളിൽ നിന്ന് തുടങ്ങി ഒരു പിതാവ് മകനോട് ഉപദേശിക്കുന്ന ഉപദേശമാണ്. അത് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പിന്നീട് പുറത്ത് സമൂഹ മധ്യത്തിൽ വ്യക്തികളോട്, സമൂഹത്തോട്, കൂട്ടങ്ങളോട് എല്ലാം തന്നെ സംസാരിക്കുമ്പോൾ പുലർത്തേണ്ട ഏറ്റവും നല്ല മാന്യമായ രീതിയെ അള്ളാഹു കണിശമായി ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. കാരണം എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്ന അൻകറൽ അസ്വാത്തിലെ സൗത്തുൽ ഹമീർ. കഴുതയുടെ ശബ്ദമാണ് ഏറ്റവും മോശമായ ശബ്ദം. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയെ അള്ളാഹു ആ രൂപത്തിൽ വിശേഷിപ്പിക്കുകയല്ല ചെയ്യുന്നത്. മനുഷ്യൻ അങ്ങനെയാണ് ചിലതിനെ കാണുന്നത് എന്നാണ് അവിടെ. മനുഷ്യൻ അങ്ങനെയാണ് ചിലതിനെല്ലാം വിലയിരുത്തുന്നത്. അപ്പൊ അവൻ തന്നെ ഓളിയിട്ട് സംസാരിക്കുന്നതിനെ, വല്ലാതെ ശബ്ദം പുറപ്പെടുവിച്ച് സംസാരിക്കുന്നതിനെ മനുഷ്യൻ സ്വയം മോശമായി വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തുന്ന വ്യക്തി അങ്ങനെ മോശമായി ശബ്ദമുയർത്തി സംസാരിക്കരുത് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. കഴുതയുടെ ശബ്ദം കഴുതയുടെ ഒരീസത്താണ്. അത് അതിന്റെ പ്രകൃതി ഭാവമാണ്. അതിനെ മോശമായ ശബ്ദമായി വിലയിരുത്തുന്നത് മനുഷ്യനാണ്. അപ്പൊ ഒരു ജീവിയിൽ ആ ജീവി പുറപ്പെടുവിക്കുന്ന ശബ്ദം മോശമാണെന്ന് മനുഷ്യൻ കരുതുമ്പോൾ, ആ വിലയിരുത്തുന്ന വ്യക്തിയിലും അത്തരത്തിലുള്ള സംസാരത്തിലെ മോശമായ ശൈലി ഉണ്ടാവരുത് എന്ന് അല്ലാഹു ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. കഴുതക്ക് അതിൻ്റെതായിരിക്കുന്ന ശബ്ദം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പിന്നിട്ട വഴികളെ നന്നായി അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇതിനെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഇമാം ഷാറാവി അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കഴുത അതിന്റെ വഴികളിലൂടെ, ചില വഴികളിൽ അത് വല്ലാതെ ശബ്ദമിടും. അത് തിരിച്ചു വരുമ്പോൾ അതിന്റെ ശബ്ദവീതികളെ മനസ്സിലാക്കി അത് കടന്നു പോയ വഴിയിലൂടെ തന്നെ തിരിച്ചു വരും എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ചലന വഴികളെ, നടന്ന പിന്നിട്ട വഴികളെ നന്നായി തിരിച്ചറിയാൻ ആ ശബ്ദങ്ങൾ അതിന് ഉപകരിക്കുന്നുണ്ട്. അത് മനുഷ്യന് തന്നെയും ഗുണകരമാണ്. നിങ്ങൾ അതിനെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വിട്ടുകഴിഞ്ഞാലും അത് വഴിതെറ്റാതെ നിങ്ങളിലേക്ക് അത് പുറപ്പെടുവിച്ച ശബ്ദവീതികളെ വീണ്ടും അത് തിരിച്ചറിഞ്ഞ് അത് നടന്നു വരും. ഒരു കഴുതയെ സംബന്ധിച്ചിടത്തോളം അതിനത് ജീവിതത്തിന്റെ വഴിയടയാളമാണ്.
ആ വഴിയടയാളത്തെ മനുഷ്യൻ മോശമായ ശബ്ദമായി വിലയിരുത്തുന്നുവെങ്കിൽ മനുഷ്യനിൽ തന്നെ അത്തരത്തിലുള്ള ഉയർന്ന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മറ്റുള്ളവരെ പരിഗണിക്കാതെയുള്ള ശൈലിയും സ്വഭാവവും സ്വീകരിച്ചുകൊണ്ടുള്ള സംസാരം അത് ഉചിതമല്ല എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അള്ളാഹു ഓരോ സൃഷ്ടിക്കും അതിന് നൽകിയ ചില സ്വഭാവങ്ങളും ഗുണങ്ങളെല്ലാം ഉണ്ട്. അത് അള്ളാഹു ഇവിടെ നിന്ദിക്കുകയോ അല്ലെങ്കിൽ അതിനെ മോശമായി മനുഷ്യനെ പരിചയപ്പെടുത്തുകയോ ചെയ്യുന്നതല്ല. മനുഷ്യൻ അത്തരം ശബ്ദങ്ങളെ മോശമായി കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ശബ്ദമുയർത്തി സംസാരിക്കുക എന്നുള്ളതിനെ മറ്റു ജീവികളിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ അത് ഒരു അലോസരമുണ്ടാക്കുന്ന ഒന്നായി വിലയിരുത്തുന്നുവെങ്കിൽ നിങ്ങളിലും ആ ശബ്ദമുയർത്തൽ മറ്റുള്ളവരിൽ അലോസരം സൃഷ്ടിക്കുന്നതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്നൊരു പാഠമാണ് അള്ളാഹു ഈ കഴുതയെ വെച്ചുകൊണ്ട് അതിനെ ഉപമിച്ചതിലൂടെ നമുക്ക് നൽകുന്നത്. മനുഷ്യൻ അങ്ങനെ ഉപമിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആന് നിങ്ങള് ഗ്രന്ഥം ചുമക്കുന്ന കഴുതയെ പോലെയാകരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോ അത് ഇതുപോലെ തന്നെ കഴുതയെ മോശമാക്കുന്ന പ്രയോഗമാണോ? അല്ല, കഴുതക്ക് ഗ്രന്ഥവുമായിട്ടൊരു ബന്ധമൊന്നുമില്ല. കഴുതയുടെ ഉത്തരവാദിത്തം അത് ചുമക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിന്റെ ഉള്ളിലുള്ള ഒന്നിനെ കുറിച്ചുള്ള ബോധമൊന്നും, അത് എന്ത് എന്നുള്ളതിനെ കുറിച്ചൊന്നും കഴുതക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാല് ചുമക്കുന്ന ഒന്നിന്റെ ഉള്ളിലുള്ള വസ്തുതയെ, സത്യത്തെ അറിയാൻ നിർബന്ധിക്കപ്പെട്ട മനുഷ്യൻ, ഉത്തരവാദിത്തമുള്ള മനുഷ്യൻ അതിന്റെ ഉള്ളിലുള്ളത് അറിയാതെ ജീവിക്കുമ്പോൾ അവൻ ഏറ്റവും വൃത്തികെട്ടവനായി മാറും. അതാണ് നമ്മൾ പറഞ്ഞത്, ദൈവത്തെ നിഷേധിക്കുന്നതിലൂടെ, ദൈവ നിയമങ്ങൾ നിരാകരിക്കുന്നതിലൂടെ, അതിനെ പുച്ഛിക്കുന്നതിലൂടെ അവൻ ഏറ്റവും വൃത്തികെട്ടവനാവും. കഴുതന്റെ ശബ്ദത്തെയാണ് അവൻ ഏറ്റവും മോശമായ ശബ്ദമായിട്ട് അവൻ വിലയിരുത്തുന്നത്. എന്നാൽ അവനിൽ തന്നെ, അവന്റെ ശബ്ദം തന്നെ മറ്റുള്ളവർക്ക് ഏറ്റവും അലോസരമായിട്ട് രൂപപ്പെടും. അത് അലോസരമായി മറ്റുള്ളവർക്ക് തോന്നും. ആ തോന്നുന്നതിന് കാരണം അവൻ ചുമക്കുന്ന, അവന്റെ മുമ്പിലുള്ള ഒന്നിന്റെ ഉള്ളിലുള്ള വസ്തുതയെ, സത്യത്തെ അവൻ അറിയാതെ പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ശബ്ദം, സംസാര ശൈലി, സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട, പുറപ്പെടുവിക്കേണ്ട ശബ്ദങ്ങളുടെ ഉയർച്ച താഴ്ചകൾ, ഇതെല്ലാം തന്നെ വലിയൊരു വിഷയമാണ്. വിശുദ്ധ ഖുർആൻ അതിനെ വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. സൂറത്ത് ഇസ്രാ തന്നെ എങ്ങനെ നിങ്ങൾ സംസാരിക്കണമെന്ന് ഉപദേശിക്കുന്നിടത്ത് അല്ലാഹു ഒരു ഗൗരവത്തിലൊരു വിഷയം പറയുന്നുണ്ട്. വഖുല്ലി ഇബാദി യഖൂലുല്ലതി ഹിയ അഹ്സൻ, എന്റെ ദാസന്മാരോട് പറയണം, വഖുല്ലി ഇബാദി യഖൂലുല്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നന്നായി സംസാരിക്കണമെന്ന്, അഹ്സനായ രൂപത്തിൽ സംസാരിക്കണം. ഉന്നത മൂല്യങ്ങൾ ഉപയോഗിച്ച്, ഉന്നത മൂല്യത്തോടു കൂടിയിട്ടായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത്. അപ്പൊ നിങ്ങളെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഒരാൾക്കും തോന്നരുത് അയാള് ഒരു അഹങ്കാര ഭാവേനയാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്, അഹങ്കാര ഭാവേനയാണ് അയാള് സംസാരിക്കുന്നത്, അയാളുടെ ദൃഷ്ടിയുടെ, കവിളിന്റെ, ചുണ്ടിന്റെ എല്ലാം തന്നെ ശൈലിയും അതിന്റെ അനക്കങ്ങളും എല്ലാം തന്നെ അത് നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്ന്, നമ്മെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്ന രൂപത്തിൽ നിങ്ങള് വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് അള്ളാഹു പറയുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന ശൈത്വാന യൻസഉ ബൈനക്കും, എങ്ങനെയാണത്?
വഖുൽ ലിഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ ഇന്നശ്ശൈത്വാന യൻസഉ ബൈനഹും ഇന്നശ്ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന. എന്റെ ദാസന്മാരോട് അങ്ങ് പറയണം, ഏറ്റവും നന്നായി സംസാരിക്കണമെന്ന്. ഇന്നശ്ശൈത്വാന, കാരണം പിശാച്ച്, യൻസഉ ബൈനഹും, അവർക്കിടയിൽ വിള്ളൽ സൃഷ്ടിക്കും. അപ്പൊ വാക്കുകൾ സൃഷ്ടിക്കുന്ന അപകടം ചെറുതൊന്നുമല്ല. അതുകൊണ്ട് അറബിയില് കെലിമ എന്ന ആ ഒരു വാക്കിന് മുറിപ്പെടുത്തുക എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പൊ വാക്ക് ഒന്നില്ലെങ്കിൽ മനുഷ്യനെ സന്തോഷിപ്പിക്കും, അല്ലെങ്കിൽ മനുഷ്യനെ നോവിക്കും. അപ്പൊ സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കണം. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിനനുസരിച്ചായിരിക്കും ബന്ധങ്ങളുടെ പവിത്രതയും, അല്ലെങ്കിൽ ബന്ധങ്ങളുടെ കൂടിച്ചേരലുകളും ബന്ധങ്ങളുടെ മുറിയലുമെല്ലാം തന്നെ മനുഷ്യൻ ഉപയോഗിക്കുന്ന വാക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മനുഷ്യന് ഉപകാരം ചെയ്യുന്നത് അവൻ നിശബ്ദത പുലർത്തുമ്പോഴാണ്. നിശബ്ദതയാണ് ഏറ്റവും നല്ലത്. സംസാരത്തെക്കാളും നല്ലത് നിശബ്ദനായിരിക്കുന്നതാണ്. അത് നമുക്ക് വലിയ സൗഭാഗ്യങ്ങൾ നൽകും. എവിടെയെല്ലാം നമ്മൾ ധാരാളം സംസാരിക്കുന്നുവോ അവിടെ എല്ലാം തന്നെ വലിയ പ്രശ്നങ്ങളേക്കാരം. അപ്പൊ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക, ആവശ്യമുള്ളത് മാത്രം പറയുക, അല്ലാത്തടത്ത് നിശബ്ദനാകുക. ലികുല്ലി ഖൗലിൻ മജാലുൻ വലികുല്ലി മജാലിൻ മഖാലുൻ എന്നൊരു അറബിയിലെ ഒരു ആപ്തവാക്യമുണ്ട്. ഓരോ സംസാരത്തിനും ഒരു ഇടമുണ്ട്, ഓരോ വർത്തമാനത്തിനും ഓരോ ഇടമുണ്ട്, ഓരോ ഇടത്തിനും ഒരു വർത്തമാനുണ്ട്. അപ്പൊ അനവസരത്തിൽ കയറി ഇടപെടരുത്, സംസാരിക്കരുത്. ആവശ്യമുള്ളത് മാത്രം പറഞ്ഞ് വേഗം കടന്നു പോവണം. എത്ര കണ്ട് നിങ്ങൾ നിശബ്ദത പാലിക്കുന്നുവോ അത്ര കണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സുഖം ഉണ്ടാവും, അത്ര കണ്ട് മനസ്സിന് സമാധാനം ഉണ്ടാവും. അത് നമ്മുടെ പാപങ്ങൾ കുറയാനും കാരണമാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രണ്ട് അവയവങ്ങൾ സൂക്ഷിച്ചാല് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതും വല്ലാത്തൊരു വർത്താനാണ് അല്ലേ? ഭൂമിയില് മനുഷ്യർക്കിടയിൽ സമാധാനം ഉണ്ടാവണം. ആ സമാധാനത്തിന് ഭംഗം വരുന്ന രണ്ട് കാര്യങ്ങളെ റസൂലുള്ള പറയാണ്. ഒന്ന്, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചാൽ, മറ്റൊന്ന് നാവിനെ സൂക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം. അപ്പൊ വളരെ നിശബ്ദനായിരിക്കുക എന്നുള്ളത്, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നുള്ളത്, അതൊരു മനുഷ്യനിൽ ഉണ്ടാവേണ്ട വലിയൊരു ക്വാളിറ്റിയാണ്. അത് അള്ളാഹു നമുക്ക് അവന്റെ ദാനമായി നൽകേണ്ടതുമാണ്. അള്ളാഹു നമ്മളിൽ അനുഗ്രഹിക്കട്ടെ. ഒരു കുടുംബെടുത്ത് നോക്കി നിങ്ങള്, ആ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് നാവ് കൊണ്ടായിരിക്കും. ശബ്ദമുയർത്തി സംസാരിക്കുന്നതിലൂടെ, വേണ്ടാത്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലൂടെ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നതിലൂടെ ആയിരിക്കും ഒരു കുടുംബത്തിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാകുക, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കുഴപ്പമുണ്ടാകുക. പിന്നെ ആരെങ്കിലും ഒരാള് നിശബ്ദത പാലിക്കാൻ കഴിയണം. ചില കുടുംബങ്ങളിൽ തീരെ അത് പറ്റൂല. അപ്പൊ അവിടെ സ്ഫോടനങ്ങൾ ഉണ്ടാവും. അപ്പൊ നാവ്, സംസാര ശൈലി, അതിന്റെ ഉയർച്ച താഴ്ചകള്, അതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ ഒന്നില്ലെങ്കിൽ സമാധാനത്തിന്റെ അടയാളമായി, അല്ലെങ്കിൽ ദുരന്തത്തിന്റെ, ദുഃഖത്തിന്റെ, വേദനയുടെ അടയാളങ്ങളായിട്ട് അത് മാറും. അപ്പൊ അതിനാല് ചെറുപ്രായത്തിലെ കുട്ടികളോട് ഏറ്റവും മാന്യമായി സംസാരിക്കുവാനും മാന്യമായി നടക്കുവാനും കുട്ടികളോട് പറയണം. അത് പറയണം എന്ന് അള്ളാഹു പറയുമ്പോൾ ഒരു പിതാവിലൂടെ അത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ അള്ളാഹു പഠിപ്പിക്കുമ്പോൾ, ഒരു പിതാവ് ഇങ്ങനെ ഉണ്ടായിരുന്നു,
അപ്പൊ നിങ്ങളും ആ പിതാവിന്റെ സ്ഥാനം അലങ്കരിക്കേണ്ടതുണ്ട് എന്ന് അതിലൂടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അള്ളാഹു ലുഖ്മാന്റെ വചനങ്ങളെ എടുത്തുദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ പടച്ചോന് പറഞ്ഞതാണല്ലോ, ഞമ്മക്കിത് സാധിക്കൂലല്ലോ എന്നുള്ളതല്ല. അള്ളാഹു ഒരു മനുഷ്യനെ എടുത്തുദ്ധരിച്ചുകൊണ്ട്, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ, അയാൾ തന്റെ കുഞ്ഞിനോട് ഇതുപോലെ പറഞ്ഞിരുന്നു, ഇത് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതുണ്ടായിരുന്നു, അദ്ദേഹം അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചിരുന്നു, ആ പ്രയോഗവൽക്കരണത്തെ തന്റെ കുഞ്ഞിലും അദ്ദേഹം കാണുകയും ആ കുഞ്ഞിനോട് ഇങ്ങനെ ഉപദേശിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങളും അത് പറയുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലും അത് പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങളെ മക്കളിലും ആ ഒരു സ്വഭാവ വിശുദ്ധി ഉണ്ടായിത്തീരേണ്ടതുണ്ട് എന്ന് പ്രപഞ്ചനാഥൻ നമ്മെ ഉണർത്തുകയാണ്. അതൊരു മഹാമനുഷ്യനെ ഉദ്ധരിച്ചുകൊണ്ടുള്ളതാകുമ്പോൾ നിങ്ങളിൽ തന്നെയും ആ സ്വഭാവം ഉണ്ടാവേണ്ടതുണ്ട്, ഏറ്റവും നന്നായി പ്രകടമാകേണ്ടതുണ്ട്. എങ്കിൽ നിങ്ങളുടെ മക്കളിലും അത് പ്രതിഫലിക്കും. അത് സമൂഹത്തിന്റെ സ്വസ്ഥതക്ക്, നിങ്ങളുടെ കുടുംബത്തിന്റെ ആനന്ദത്തിനെല്ലാം തന്നെ അത് കാരണമായിട്ട് മാറും. എത്രയോ മക്കളെ കൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്, ദുഃഖിക്കുന്ന അമ്മമാരുണ്ട്, ഉമ്മമാരുണ്ട്. അടിസ്ഥാന കാരണം ഇതെല്ലുമാണ്. അപ്പോ പറയുക എന്നുള്ളതല്ല, ആ പറഞ്ഞ മനുഷ്യനെ പോലെ ആരിൽ നിന്നാണോ ഈ ഉപദേശങ്ങൾ അള്ളാഹു ഉദ്ധരിക്കുന്നത്, ആ വ്യക്തിയുടെ മഹത്വത്തെ അതിന്റെ ഉള്ളിൽ അള്ളാഹു ചേർത്ത് വെക്കുന്നുണ്ട്. പടച്ചോന് നേരിട്ട് പറയാം. അതിനപ്പുറം ഒരു മഹാമനുഷ്യനെ ഉദ്ധരിക്കുമ്പോൾ ആ മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ മനുഷ്യന് സാധിക്കണം. ലുഖ്മാനെ ഉദ്ധരിക്കുന്നിടത്ത് ഒരു സംഭവം പറയുന്നുണ്ട്. മാതാവിന്റെ മഹത്വത്തെ ഉയർത്തിക്കാണിക്കുന്ന ഒരു സംഭവമാണത്. സ്വർഗം എവിടെയാണെന്ന് കുഞ്ഞിനോട് ചോദിച്ചു എന്ന് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ചില മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ആ കുഞ്ഞ് പറഞ്ഞു, സ്വർഗം എന്റെ മുമ്പിലുണ്ട്, ആ സ്വർഗത്തിൽ നിന്ന് വല്ലതും കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ, ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കുറച്ച് മണ്ണിന്റെ തരി കൊണ്ടുപോയിട്ട് കൊടുത്തു എന്നാണ് ലുഖ്മാന്. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ, ഇതിന്റെ ഉമ്മയുടെ കാലടിയിൽ പറ്റിപ്പിടിച്ച മൺതരികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി കൊടുത്തു, ഉപ്പാക്ക് കൊടുത്തു എന്നാണ്. അപ്പൊ ആ കുഞ്ഞിന്റെ ബോധത്തിൽ ഒരു ഉമ്മയോട് എത്രമാത്രം താഴ്മ കാണിക്കേണ്ടതുണ്ട്, ഒരു ഉമ്മയോട് എത്രമാത്രം അനുസരണയും ഭവ്യതയും സ്നേഹവും കാരുണ്യവും പുലർത്തേണ്ടതുണ്ട് എന്ന് ഒരു പിതാവ് ആ കുഞ്ഞിന് നൽകിയ ഉപദേശത്തിൽ ആ കുഞ്ഞിന് മനസ്സിലായിട്ടുണ്ട്. ഒരു നുള്ള് മൺതരി തന്റെ ഉമ്മയുടെ കാലടിയിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന് പിതാവിന് കൊടുക്കുമ്പോൾ, താൻ ഉപദേശിച്ച ഓരോന്നും, താൻ പറഞ്ഞു കൊടുത്ത ഓരോന്നും തന്റെ കുട്ടിയിൽ എത്രമാത്രം അഗാധമായി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നും, ആ കുട്ടിയുടെ മനസ്സും ചിന്തയും ആ ധർമ്മബോധത്തിൽ എങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നത് എന്നും ആ ഒരു മൺതരി തന്റെ പിതാവിനെയും ലോകത്തെയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നല്ല വാക്ക് ഉപയോഗിക്കാൻ നമ്മളും ശീലിക്കണം, നമ്മുടെ മക്കളെയും ശീലിപ്പിക്കണം. മാതാപിതാക്കളെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണമെങ്കിൽ അവരിൽ ഇത്തരത്തിലുള്ള ഗുണങ്ങൾ നിർബന്ധമായും ഉണ്ടാവേണ്ടതുണ്ട്. അത് പഠിപ്പിക്കുന്ന നമ്മിലും അതെല്ലാം തന്നെ നിലനിൽക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ, നമ്മുടെ മക്കൾ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, നമ്മളെയും നമ്മളെ മക്കളെല്ലാം തന്നെ അല്ലാഹു സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അവരെ കൊണ്ട് സന്തോഷിക്കുന്ന അവസ്ഥ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അവരുടെ ജീവിതം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ അല്ലാഹു അവരിൽ നിന്നെല്ലാം തന്നെ ഉയർത്തുകയും കുടുംബത്തിലും സമൂഹത്തിലും
മാന്യരായ, മാന്യത പുലർത്തുന്ന നല്ല തലമുറകളെ അള്ളാഹു നമുക്ക് ചുറ്റും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്ന് നമ്മുടെ ഈ ചെറിയ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ്, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.